Okay, so let me give you another example so that it will be very easy for you. I need the red book which is on the wooden table. ഇങ്ങനൊരു സെൻസ്. ഇതിൽ നമ്മൾ എവിടെ സ്ട്രെസ്സ് കൊടുക്കുന്നു നോക്കിയോ. അപ്പം ഐയിൽ സ്ട്രെസ്സ് കൊടുത്ത് ഞാൻ പറയുവാണെങ്കിൽ ഐ നീഡ് ദ റെഡ് ബുക്ക് വിച്ച് ഇസ് ഓൺ ദ വുഡൻ ടേബിൾ. എനിക്കാണ് വേണ്ടത് കേട്ടോ. എനിക്കാണ് വേണ്ടത്, വേറെ ആർക്കും അല്ല എന്നുള്ള മീനിങ് ആയി. ഐ നീഡ് ദ റെഡ് ബുക്ക് വിച്ച് ഈസ് ഓൺ ദ വുഡൻ ടേബിൾ. എനിക്ക് വേണം, അത് കിട്ടിയേ പറ്റൂ. രണ്ടാമത്തെ മീനിങ് ആയി. ഐ നീഡ് ദ റെഡ് ബുക്ക് വിച്ച് ഈസ് ഓൺ ദ വുഡൻ ടേബിൾ. എനിക്ക് വേണ്ടത് ആ ചുവന്ന ബുക്കാണ്. നീല ബുക്കല്ലേ നീ എടുത്തോണ്ട് വന്നിരിക്കുന്നത് ആണോ? ഐ നീഡ് ദ റെഡ് ബുക്ക് വിച്ച് ഈസ് ഓൺ ദ വുഡൻ ടേബിൾ. എനിക്ക് വേണ്ടത് ആ ചുവന്ന ബുക്കാണ്, നീ എടുത്ത് വന്നിരിക്കുന്ന ടൈം പീസാണ്. ഐ നീഡ് റെഡ് ബുക്ക് വിച്ച് ഈസ് ഓൺ ദ വുഡൻ ടേബിൾ. ഇവിടെ ടേബിളിൻ്റെ അടിയുള്ള ബുക്ക് നിന്നോട് ആരെടുക്കാൻ പറഞ്ഞു? ടേബിളിൻ്റെ പുറത്തുള്ള ബുക്കല്ല ഞാൻ പറഞ്ഞ. ഐ നീഡ് ദ റെഡ് ബുക്ക് വിച്ച് ഈസ് ഓൺ ദ വുഡൻ ടേബിൾ. ആ മരത്തിലുണ്ടാക്കിയ മേശയുടെ മുകളിലിരിക്കുന്ന റെഡ് ബുക്ക് എനിക്ക് ഞാൻ പറഞ്ഞത്. നീ ഒന്ന് നോക്കിയാൽ പ്ലാസ്റ്റിക് മേശയുടെ പുറത്തുള്ള ബുക്ക് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഐ നീഡ് ദ റെഡ് ബുക്ക് വിച്ച് ഈസ് ഓൺ ദ വുഡൻ ടേബിൾ. ആ വുഡ് കൊണ്ടുണ്ടാക്കിയ ടേബിളിൻ്റെ പുറത്തിരിക്കുന്ന ബുക്ക്. അവിടെ വുഡൻ ചെയറുണ്ട്, വുഡൻ അലമരയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നീ ടേബിളിൻ്റെ പുറത്തുള്ള ബുക്കാണ് ഞാൻ എടുക്കാൻ പറഞ്ഞത്. ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇത്രയും മീനിങ് ഉണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എല്ലാവരും. നമുക്ക് എവിടെ ഊന്നൽ കൊടുക്കുന്നു, എവിടെ നിർത്തുന്നു, എങ്ങനെ ക്വസ്റ്റ്യൻ മേക്ക്, എല്ലാത്തിനകത്ത് ഈ ഷോർട്ട് കട്ട്സ് ഉണ്ട്.